ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വെള്ളം വേണ്ടിയിട്ട് കോഴിമുട്ട പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിങ്ങാണ്ട് അതിൻ്റെ മുകളിലായിട്ട് കോഴിമുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിയ കോഴിമുട്ട ആണെങ്കിലും അങ്ങനെ പുറത്തേക്ക് പോകില്ല, വെള്ളത്തിലാണെങ്കിൽ ഇങ്ങനെ തൂറ്റി പോയി കാണ്ടിക്കും. അപ്പം ഞാൻ ആവിക്ക് പുഴുങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു ബൗളിൽ 2 തവി മൈദപ്പൊടിയും 2 തവി അതുപോലെ കടലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വല്യുള്ളിൻ്റെ ചെറിയൊരു കഷ്ണം കുരുമുളക് അരിഞ്ഞതും ഒരു പച്ചമുളക് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, അതാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ അത് കുനകന അരിഞ്ഞങ്ങാണ്ട് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് അതും കുറച്ച് കറിവേപ്പിലും മല്ലിയിലും കൂടി അതും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ചെറിയൊരു ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എരിവ് കുറഞ്ഞ മുളക് പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാതും കൂടി ഒന്ന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതാ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒന്നും ഏറിപ്പോവരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്നത് ഇത് 2 ഐറ്റം സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുട്ട ബജ്ജി തന്നെ ഉണ്ടാക്കുമ്പോൾ ഇത് സവാള ഇതൊന്നും ചേർക്കണം എന്നില്ല, പക്ഷെ ഇതൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സോഡ ഒന്നും ചേർക്കാതെ തന്നെയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. നമ്മളാവുന്നതും കുട്ടികൾക്കാണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും നോമ്പ് തുറന്നാൽ നല്ലതല്ലല്ലേ ഈ സോഡയും അതൊന്നും. അപ്പോൾ ഞാനതൊന്നും ചേർക്കാതെ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കാണാൻ കേട്ടോ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, പിന്നെ പോലെ വെള്ളം കുറഞ്ഞാലും ഇതാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മാവെല്ലാം കട്ടിണ്ടാവുമ്പോഴും വയ്ക്കാൻ ഉഷാറുണ്ടാവില്ല. അപ്പോൾ ഇത് മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കോഴിമുട്ട പുഴുങ്ങിയത് ആയപ്പോൾ ഞാനിതാ ഒരു 4-5 മിനിറ്റ് ഒന്ന് ആവിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ പച്ചവെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. തോടൊക്കെ ഉഷാറായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ബ്രെഡ് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നെയ്യൊന്നും പിന്നെ ബട്ടറൊന്നും ചേർത്തിട്ടൊന്നുമില്ല, ചെറുതാക്കി ഞാനൊന്ന് ചൂടാക്കി എടുത്താണ് കേട്ടോ. നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയി കാണ്ടിരിക്കുകയല്ലേ വിചാരിച്ചിട്ട് ഒന്നും കണ്ട് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഈ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ, 4 കഷ്ണമാക്കി എടുക്കുകയാണ്. അപ്പോൾ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അതുപോലെ ഈ സവാള ഇതൊക്കെ ചേർത്തിട്ടുള്ള നല്ല മാവല്ലേ, അപ്പോൾ അതിലിങ്ങനെ മുക്കിയിട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനും അടിപൊളിയാണ്. ഇങ്ങനെ ഓരോ കഷ്ണമാകുമ്പോൾ ചെറുതാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇതുപോലെ കഷ്ണമാക്കി എടുക്കുന്നുണ്ട്. ബ്രെഡ് പിന്നെ നമ്മൾ പല ഐറ്റത്തിൽ പൊരിച്ചെടുക്കുമല്ലോ അല്ലേ, മധുരത്തിലും മുട്ടൻ്റെ മാവിൽ മുക്കിയിട്ട് അങ്ങനെ പല രൂപത്തിൽ പൊരിച്ചെടുക്കും. പിന്നെ അതുപോലെ കോണാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ. പിന്നെ ഞാനിത് കോഴിമുട്ടയും കൂടി ഒന്നിങ്ങനെ നടു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാവിൽ തന്നെ മുക്കിയിട്ട് ഇതാ അതും പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ രണ്ടിനും ഒരായിട്ട് മാവ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. മാവ് സൂപ്പറായിരുന്നു. ആ മാവ് ഒറ്റയ്ക്ക് പൊരിച്ചാലും നല്ല അടിപൊളിയാണ് കേട്ടോ. കൊക്കവട കഴിക്കണ പോലെ ഉണ്ടാവും, പക്ഷേ സവാളൊക്കെ കുറച്ച് ഉണ്ടാവുള്ളൂ എന്നുള്ളൂ. അപ്പോൾ ഇതാ കോഴിമുട്ട ഞാനിതുപോലെ കണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് ഒറ്റയൊക്കെ ആകുമ്പോൾ കണ്ട് വീർത്തിട്ട് കണ്ട് പസോടൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ആവൂലേ, അതുപോലെ കണ്ടാവൂല കേട്ടോ. എന്നാലും കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം ഞാൻ ചില ദിവസങ്ങളിലൊന്നും എണ്ണക്കടി ഉണ്ടാക്കലില്ല, പിന്നെ ഉണ്ടായപ്പോൾ പിന്നെ 2 ഐറ്റം ആക്കി കേട്ടോ. രണ്ടും കുറേശ്ശെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. മക്കൾ ഉണ്ടാവുമ്പോൾ പിന്നെ അവർക്ക് നോമ്പറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം. പിന്നെ കിടക്കുന്ന സമയത്താണ് ചായയും കടിയാണെങ്കിലും ചോറാണെങ്കിലൊക്കെ കഴിക്കലുള്ളൂ. അപ്പം പിന്നെ നോമ്പറക്കുമ്പോൾ അതുപോലെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണോ കടി ഉണ്ടാക്കിയത് കഴിക്കൂട്ടോ. അപ്പോൾ ഞാനത് ആ ബ്രെഡും കൂടി അതുപോലെ പൊരിച്ചിരിക്കുകയാണ്. മുട്ടക്കാട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വന്ന് എളുപ്പത്തിൽ കുക്കർ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഇട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബീഫ് കറിയും അത് പിന്നെ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഇട്ടുകാണ്ടാണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. ലാസ്റ്റ് ചെറിയ ഉള്ളിലൊക്കെ അരിഞ്ഞാണ്ട് തോന്നിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ബീഫ് കറി അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ മതിയല്ല, കുക്കറിലാകുമ്പോൾ എളുപ്പം കഴിയും ചെയ്യും, ഒരൊറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ അടിപൊളിയായി കിട്ടും. നമ്മളെ ബ്രെഡൊക്കെ കണ്ടില്ലേ നല്ല ഷാറായി കിട്ടിയിട്ടുണ്ട്. തീ പാകത്തിനാക്കി വെക്കുക, 2 ഭാഗമൊന്നും മരിച്ചിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഷാറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതാ പൊരിച്ചിട്ടുണ്ട്. ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയാണ് കേട്ടോ കുക്കറിൽ. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നെയ്യ് ഇട്ടിട്ടില്ല കേട്ടോ. സൺഫ്ലവറിൽ പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒക്കെ ഇട്ടുകാണ്ടിതാ ഒന്ന് കണ്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് സവാള തീരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്കുള്ള അരി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരിയിൽ വെള്ളം ഇല്ലാതെ തന്നെ ഇങ്ങോട്ട് ഊറ്റിയിട്ട് കൊടുക്കണം. പിന്നെ ഒന്നും കണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് പിന്നെ ആ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഒഴിച്ചെടുക്കലുണ്ട് കേട്ടോ. പിന്നെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം അരി ഇട്ട് കൊടുത്തുകൊണ്ട് ഇതാ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളതാവുമ്പോൾ നമുക്ക് എത്ര നേരം വൈകിയാലും പേടിയില്ലല്ലേ, ചോറുന്നാൻ നേരത്തെ ഉണ്ടാക്കിയാലും മതിയല്ലേ. ഞാൻ പിന്നെ മാങ്ങ കൊടുക്കാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടോ.
പിന്നെ എങ്ങനെയായാലും ചോറുന്നുമ്പോൾ അത്യാവശ്യമൊക്കെ ചൂടുണ്ടാവും. പിന്നെ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഓതാനൊക്കെ ഇരിക്കും. പിന്നെ വന്നിട്ട് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ കറി ഒന്നും കൂടിയാണ് ചൂടാക്കിയത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ നല്ല ഉഷാറായിട്ട് നെയ്ച്ചോറുണ്ടായിരുന്നുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിക്കുക വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്ന് അരി എടുത്തിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിന് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് മല്ലിയില ക്യാരറ്റോ ഒന്നും ഇടാതെ സിമ്പിളായിട്ടുള്ളൊരു നെയ്ച്ചോറാണ് ഇട്ടത്. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മൂടിയൊക്കെ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരൊറ്റ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. അപ്പോൾ അതാ കറിയൊക്കെ ഇവിടെ ആദ്യം തന്നെ സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3/4 ഭാഗം ഒന്നിങ്ങോട്ട് ചൂടാക്കുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാട്ടെ. ഇഞ്ചും വെളുത്തുള്ളി ഒരു 2 തളയും കൂടിയൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അതിൻ്റെ മുന്നേ ഞാൻ അതിലേക്കുള്ള പൊടികളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഇട്ടെടുത്ത് ഇങ്ങനെ വിസിലടിക്കല്ലേ. അപ്പോൾ അതിൻ്റെ അങ്ങനെ സ്മെല്ലൊക്കെ ഇങ്ങനെ പോകട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. അപ്പം ഇനി ഇതിട്ടുകാണ്ട് വേറിയിട്ടില്ല ഒരു 4 ഭാഗം കൂടിയൊക്കെ ഒന്ന് വേവാണ്ടായിരുന്നു. അപ്പോൾ 2 തളയും കൂടിയൊക്കെ തിളച്ചിങ്ങാണ്ട് ഒരൊറ്റ വിസിലും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാകത്ത് വേവായിട്ടുണ്ടായിരുന്നു. കൂടുതൽ വെള്ളമൊന്നും വെച്ചിട്ടില്ല. വണ്ടിയിലെ കറിയൊക്കെ നല്ല ഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതൊന്നും കൂടി ആയതിൻ്റെ ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തൂമിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം തണിമത്തിനുള്ളതാണെങ്കിലോ തീരെ മധുരമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കൊണ്ട് വെള്ളം കലക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇന്നലെ എടുത്തതായിരുന്നു. അപ്പോൾ തീരെ മധുരമില്ല. അപ്പോൾ ഈ ബാങ്ക് കൊടുക്കാനായിരിക്കണം കേട്ടോ. അത് ചെയ്യാൻ തന്നെ സമയമില്ലാത്ത നേരത്താണ് അപ്പോൾ ഇത് ചെയ്യണത്. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ട് ബാങ്ക് കൊടുത്തിട്ടോ. എന്നാലും വേണ്ടില്ല ചീത്തപ്പഴമൊക്കെ എളുപ്പെടുത്ത് വായിലിട്ടിട്ടോ. പിന്നെ നമ്മൾ ബാങ്ക് കൊടുത്തേക്ക് തന്നെ നോമ്പ് തുറക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ആവലില്ല. അപ്പോൾ നേരം വൈകിയിട്ട് ചിലപ്പോൾ അടുക്കളയൊക്കെ വന്നാൽ അല്ലേ ഇങ്ങനെ ഓരോന്ന് സെറ്റപ്പ് ആക്കുമ്പോൾ തന്നെ സമയം അങ്ങനെ പോകില്ലേ. അപ്പോൾ അതാ ഞാനിതൊന്നും ഇങ്ങനെ ഉടച്ചിരിക്കുക കേട്ടോ. അപ്പോൾ മധുരമുള്ളതാണെന്ന് ഇത് കഷ്ണം വെച്ച് കണ്ടാണ്ട് കഴിക്കലാണ് എല്ലാവർക്കും അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലേക്ക് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അങ്ങനെ കുടിക്കാമെന്ന്. അപ്പോൾ നല്ല ഉഷാറായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഇട്ടപ്പോൾ നല്ല ഉഷാറുണ്ടായിരുന്നു കുടിക്കാൻ. അപ്പോൾ മധുരമില്ലാത്ത കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഷ്ണാക്കിയിട്ട് തന്നെ കഴിക്കൽ. അപ്പം പിന്നെ വേറെ ഫ്രൂട്ട്സ് ഒന്നുമില്ല. അപ്പം നമ്മളെ കണ്ടില്ലേ കടിയൊക്കെ ഉഷാറായിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ ഞാനൊരു ഗ്ലാസ്സിലാക്കി വെക്കട്ടെ. ഏതായാലും വാങ്ങിക്കൊടുത്തില്ലല്ലേ. അപ്പം ഇനി ഇത് ഗ്ലാസ്സിലാക്കി എടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിങ്ങനെ ഈത്തപ്പായൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ഈത്തപ്പായ ഇനി കൊടുന്നൊക്കെ അത് തിന്നുന്ന കൂടുതൽ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലല്ലോ, അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇതൊരു ഗ്ലാസ്സും പിന്നെ അതുപോലെ റവ കാച്ചിയത് ഒരു ഗ്ലാസ് റവയും കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതല്ലേ വെച്ചിട്ട്. അപ്പോൾ അതോ ഞാൻ തന്നെ റവ കാച്ചുന്നത് പാൽപ്പൊടി ഇതാക്കിയിട്ട് തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ തിന്നാൻ നേരത്താണ് കേട്ടോ. പിന്നെ ഈ ചോറ് നമ്മൾ ചെമ്പട്ടിക്ക് വെക്കണത്. അപ്പോൾ ഈ ലേശം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇതാ ചെമ്പട്ടിക്കൊക്കെ ഒഴിച്ചെടുക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ വേറിട്ടൊന്നുമില്ലല്ലോ, ഉഷാറായി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ സവാള മൂപ്പിച്ചിക്കാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു മണവും രുചിയൊക്കെയാണ് കേട്ടോ. ഈ സവാള ഉണ്ടല്ലോ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മളെ ബീഫ് കറിക്ക് ചെറിയ ഉള്ളക്കാരും തൂമിച്ചിക്കാണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടെടുത്തുകാണ്ട് അത് ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ നല്ല ചൂടുണ്ട്, നല്ല ഉഷാറുണ്ട് കേട്ടോ. ഇപ്പോൾ ചില കുക്കറിൽ 2 വിസിലൊക്കെ അടിക്കേണ്ടി വരും. ചിലതിൽ 1 തന്നെ അടിച്ചിട്ടുണ്ടെങ്കിലോ നല്ല വേവും ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ കുക്കറിന് ഒരൊറ്റ വിസിലടിച്ചിക്കാണ്ട് പിന്നെ ഉണ്ടല്ലോ ആവി പോയതിൻ്റെ ശേഷം ഇങ്ങോട്ട് തുറന്നെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നമ്മളെ ബിരിയാണി പോട്ടിൽ അങ്ങനെയും വെക്കും കേട്ടോ നെയ്ച്ചോറ്. അപ്പോൾ ഒന്നും കൂടി എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് ഇതിലും വെക്കും. അപ്പോൾ നേരം വൈകിയ സമയത്തൊക്കെ കുക്കർ നല്ല ഉപകാരം തന്നെയാണല്ലേ. പിന്നെ നമ്മൾ ഇനി ചോറൊക്കെ കഴിക്കാനുണ്ടോ, നല്ല അച്ചാറൊക്കെ കൂട്ടിയിട്ട്